അപ്പോൾ നിങ്ങളൊരു 18നും 30നും ഇടയ്ക്ക് പ്രായമുള്ള ആളാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം പറയണമെന്ന് തോന്നി. വേറൊന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഈ 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് തുടങ്ങുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ നേരത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് വേറെ പല കാര്യങ്ങൾക്കായിരുന്നു. ഗെയിമിംഗ്, അല്ലെങ്കിൽ ഗെയിമിംഗ് തന്നെ ഞാൻ അങ്ങനെ അത്ര ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ടൊന്നും അല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലല്ലാതെ ജസ്റ്റ് ഫോട്ടോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടായിരുന്നു. പക്ഷേ അല്ലാതെ ഒരു ക്രിയേറ്റർ അക്കൗണ്ട്, കാരണം ടിക്ടോക്ക് ഒക്കെ വന്ന സമയത്ത് പോലും അക്കൗണ്ടൊന്നും തുടങ്ങാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അത് ഒരുപാട് വൈകി വൈകി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ എന്നുകൂടെ എനിക്ക് പറയേണ്ടിയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് കിട്ടാൻ കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലിയിൽ കയറുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബ്രേക്കിൽ കുറേ ടൈം ഫ്രീ ആയിട്ട് കിട്ടിയോണ്ടാണ്. പക്ഷേ നിങ്ങളൊരു 18നും 30നും ഇടയ്ക്ക് പ്രായമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആവുന്ന സമയങ്ങളിൽ ഇതുപോലൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ യൂട്യൂബ് അക്കൗണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ക്രിയേറ്റ് ചെയ്യുക. റീൽസ് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് സ്കിൽസ്, എക്സ്പെർട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ജേർണലിംഗ്, ഡയറി എഴുതുന്നവർ, അങ്ങനത്തെ ഒരു ഹാബിറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന്. അതിപ്പോൾ മോണിറ്റൈസേഷൻ ആസ്പെക്റ്റിൽ നിന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ജേർണൽ അല്ലെങ്കിൽ ഒരു ഡയറി പോലെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസസിൻ്റെ ഒരു ഡിജിറ്റൽ ലൈബ്രറി തന്നെയായിരിക്കും ഇങ്ങനത്തെ ഒരു ക്രിയേറ്റർ അക്കൗണ്ട് എന്നാണ് എനിക്ക് തോന്നി. ആ പോകുന്ന വഴിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റീല് ഒരാൾക്ക് ഉപയോഗം ഉണ്ടാകാം. ഇനി അതിന് പുറമെ അത് ചിലപ്പോൾ ഒരു ബ്രാൻഡ് കൊളാബറേഷനിലോട്ട് എത്തിക്കാം. പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് ഈ ഒരു ചെറിയ ടൈമിൽ തന്നെ മനസ്സിലായ ഒരു സംഭവമാണ്. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട, ചുമ്മാ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഞാൻ 18-20 വയസ്സിലൊക്കെ ഉള്ള സമയത്ത് ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, ഫേസ്ബുക്ക് പോലത്തെ അക്കൗണ്ട്സൊക്കെ എനിക്കും ഉണ്ട്. പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു തരാൻ എനിക്കാരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രായത്തിൽ എനിക്ക് കിട്ടാത്ത ഗൈഡൻസ് ഇന്ന് ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.